ദൈവരാജ്യത്തെ പ്രതി അല്പമെങ്കിലും സഹനമെടുക്കാതെ, സുവിശേഷത്തെ പ്രതി അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേദനകൾ സഹനങ്ങൾ എടുക്കാതെ ഈ ജീവിതം അവസാനിപ്പിക്കരുത്. പ്രായമായി കഴിയുമ്പോൾ ഒരു ആശങ്കയുണ്ടല്ലോ, കാരണം എന്താ, എല്ലാം തീരാറായി. അങ്ങനെ ഒരു ഭാരം മനസ്സിൽ വരുമ്പോൾ, അയ്യോ ഞാനൊന്നും കർത്താവിന് വേണ്ടി ചെയ്തില്ലല്ലോ, ഒരു ആയുസ് തീരാറായി. 20, 30, 40, 50, 60, 70, 80 വയസ്സായി ശരിക്കും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി എന്നെ സ്നേഹിച്ചവന് വേണ്ടി എന്റെ കരങ്ങളൊന്ന് ചലിപ്പിക്കാനോ, എന്റെ പാദങ്ങളൊന്ന് ചലിപ്പിക്കാനോ, എന്റെ ജീവിതത്തിൽ ദൈവം സൗഭാഗ്യത്തിൽ തന്നതിന്റെ എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തെ പ്രതി വിട്ടുകൊടുക്കാനോ തയ്യാറാകാത്തതിന്റെ ഭാരം ഒരാത്മാവ് അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ പ്രായമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങും, ഇതൊന്നും സംശയമൊന്നുമില്ല. നിങ്ങളുടെ യൗവനം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യൗവനം മാത്രമല്ല, നിങ്ങളുടെ മധ്യാഹ്നവും നിങ്ങളുടെ വാർദ്ധക്യവും കർത്താവ് അനുഗ്രഹിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. കർത്താവ് നമ്മളെ അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ദൈവരാജ്യത്തിന്റെ മക്കളായി ജീവിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തോടുള്ള സമർപ്പണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ കരുണയും ദൈവിക സുരക്ഷിതത്വവും നമ്മുടെ കൂടെയുണ്ട്. ഒരു സംശയമില്ല ഇതിന്.